നമ്മുടെ മുൻഗാമികളെല്ലാം അത് മനസ്സിലാക്കി റബ്ബിനോട് നന്ദി കാണിക്കുന്നവരായിരുന്നു. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും പ്രയാസങ്ങൾ മാത്രമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് സ്വന്തം ഉപ്പ മരണപ്പെട്ടു പോയി. ജനിച്ച് 10 വയസ്സിനുള്ളിൽ തന്നെ പ്രവാചകന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖ സൗകര്യവും ഒരു കാരുണ്യവും പ്രവാചകന് ലഭിച്ചിട്ടില്ല. അങ്ങനെ മാതൃത്വത്തിൻ്റെ ഒരു പരിഗണനയും ലഭിക്കാതെ വളർന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നുബുവത്ത് കിട്ടി. പ്രവാചകനെ ജനിച്ച നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നു. പ്രവാചകന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ് നിറച്ച് ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എത്രയോ രാത്രികളിൽ വിശന്ന് വലഞ്ഞ് ഉറങ്ങാൻ കഴിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റ് നടന്നിരുന്നു. ഇങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികാലങ്ങളിൽ കാലിൽ നീര് വരുമാറ് നമസ്കരിക്കുകയാണ്. ഇത് കണ്ട പ്രിയപത്നിയായ ആയിഷ വരുന്നു, പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം നമസ്കരിക്കുന്നത്? ഇത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകരെ താങ്കൾ നമസ്കരിക്കുന്നത്? കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നമസ്കരിക്കുന്നത്? ഈ സമയത്ത് പ്രവാചകൻ നൽകുന്ന മറുപടി, അഫല അകൂന അബ്ദൻ ഷകൂറ, അഫല അകൂന അബ്ദൻ ഷകൂറ. ആയിഷ, എൻ്റെ റബ്ബിനോട് നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ട ആയിഷ എനിക്ക്, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറേണ്ട ആയിഷ എനിക്ക് എന്ന് പ്രവാചകന്റെ ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് പ്രയാസങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. വിശപ്പ് കാരണം ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ജനിച്ച നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്.